الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇൽമ് കേൾക്കലും അത് പഠിക്കലും വലിയ മഹത്വമുള്ള, അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാനുള്ള കാരണമാണ്. ഇൽമു എന്ന് പറയുന്നത് അതൊരു അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രകാശമാണ്. അതുപോലെ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ അശൈഖ് സ്വാലിഹുൽ ജഅ്ഫരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന നാമങ്ങൾ, ഓരോന്നിനും അതിന്റേതായ പ്രതിഫലങ്ങളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്മാഉൽ ഹുസ്ന പറയുന്ന ആളുകൾക്ക് ഓരോ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ നാമങ്ങൾക്കും അതിന്റേതായ പ്രതിഫലങ്ങൾ, അതിന്റേതായ ഉപകാരങ്ങൾ, ഗുണങ്ങൾ അവന് ലഭിക്കുന്നുണ്ട് എന്നും. മഹാനായ ശൈഖ് സ്വാലിഹുൽ ജഅ്ഫരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രത്യേക നാമങ്ങളിൽ ഓരോന്നിനും അതിന്റേതായ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. ഏത് നാമമാണോ അവന് കൂടുതൽ പതിവാക്കുന്നത് അതിന്റെ സ്വാധീനം അവനിൽ കാണുക തന്നെ ചെയ്യും എന്ന് മഹാനായ സ്വാലിഹുൽ ജഅ്ഫരി തങ്ങൾ, ശൈഖ് സ്വാലിഹുൽ ജഅ്ഫരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. എന്നാൽ ആ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വലിയ മഹത്വമുള്ള, വലിയ ബർക്കത്തുള്ള, വലിയ പ്രതിഫലമുള്ള ഒരു നാമമാണ് യാ മുസവ്വിർ എന്ന് പറയുന്നത്. യാ മുസവ്വിർ, യാ അല്ലാഹ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, യാ മുസവ്വിറു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. യാ മുസവ്വിറു എന്ന് പറയുന്ന നാമം അവിടുത്തെ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. യാ മുസവ്വിറു എന്നതിന്റെ അർത്ഥം, ഓ രൂപം നൽകിയവനെ, രൂപം കോലം നൽകിയവനെ, ഇപ്പം മുസവ്വിർ ഉണ്ടാക്കിയവനെ എന്നർത്ഥം, രൂപം നൽകിയവനെ എന്നാണ് അതിന്റെ അർത്ഥം. ഈ യാ മുസവ്വിറു എന്ന നാമം ഒരാൾ പതിവായിട്ട് ചൊല്ലിയാൽ, എല്ലാ ദിവസവും എണ്ണമെന്നില്ല, എത്രയാണോ അവരെ കഴിയുന്നത് അത്ര യാ മുസവ്വിറു, യാ മുസവ്വിറു, യാ മുസവ്വിറു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, അവന്റെ കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടും. അവന്റെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. പോരാ, പ്രസവിക്കാത്ത, ഗർഭം ചുമക്കാത്ത, ഗർഭധാരണ ശേഷി ഇല്ലാത്ത സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് ഗർഭധാരണ ശേഷി ഉണ്ടാകുമെന്നാണ്. മക്കളില്ലാത്തവർക്ക് അല്ലാഹു യാ മുസവ്വിർ എന്ന നാമം പതിവായിട്ട് ചൊല്ലിയാൽ അവർക്ക് ഗർഭധാരണ ശേഷി ഉണ്ടാകും, അവർ ഗർഭം ചുമക്കും, അവർക്ക് മക്കളുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ചൊല്ലേണ്ട ദിക്റ് യാ മുസവ്വിറു എന്ന ദിക്ർ ഇങ്ങനെ പതിവായിട്ട് ചൊല്ലുക. അസ്മാഉൽ ഹുസ്നയിൽ പല പേരുകളുമുണ്ട്. ആ നാമങ്ങൾക്ക് പല 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 ഗുണങ്ങളുമുണ്ട്. ആ ഗുണങ്ങളൊക്കെ അത് യാ റഹീം, യാ റഹ്മാൻ എന്നതൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം നല്ലവണ്ണം അവരെ വർഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അള്ളാഹുവിന്റെ കരുണയുണ്ടാകുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. എന്നാൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ യാ റഹീം, അതുപോലെ യാ മുസവ്വിറു എന്നത് പ്രത്യേകമായി ഗർഭധാരണ ശേഷിയില്ലാത്ത സ്ത്രീകൾക്ക് ഗർഭധാരണ ശേഷി ഉണ്ടാകാനും, അതുപോലെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ഈ യാ മുസവ്വിറു എന്ന ഈ ഒരു നാമം പതിവാക്കിയാൽ അള്ളാഹു അവന്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.